എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എനിക്കൊരു നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇന്നത്തെ ലാസ്റ്റ് നൈറ്റ് ഡ്യൂട്ടിയാണ്. ടോട്ടൽ 3 നൈറ്റ് ഷിഫ്റ്റ് ആണുള്ളത് എനിക്ക്. അപ്പോൾ അതിൽ ലാസ്റ്റ് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് എൻ്റെ ഒരു ഡേ പോകുന്നതെന്ന്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, പക്ഷെ എന്നാലും അതൊരു വ്ളോഗ് ആക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു മണി ആയിട്ടുണ്ട്. എനിക്ക് നോർമലി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ടു സ്ലീപ്പ് 6 to 7 hours. ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പക്ഷെ എനിക്ക് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ നൈറ്റ് ഉറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും ഒരു 6 to 7 hours. ചില സമയത്ത് അട്ട ടയേർഡ് ആണെങ്കിൽ ഞാൻ എഴുന്നേക്കുമ്പോൾ ഒരു 5 o'clock 4 o'clock ഒക്കെ ആകും. അപ്പം ഇന്ന് ഞാനൊരു 1 മണിയായപ്പോൾ എഴുന്നേറ്റു. ഇനി നല്ല വിശപ്പുണ്ട്. എഴുന്നേക്കുമ്പോൾ വയറ് കത്തുന്ന വിശപ്പാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം. ഇന്നലെ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടിപ്പോൾ 5 മണിയായി. ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ച് കൊണ്ടുപോകാനുള്ള ഫുഡും കൂടെ വാങ്ങുകയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. കാരണം ഞാൻ ഫ്രിഡ്ജിൽ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 ദിവസമായിട്ടുണ്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് പാകത്തിന്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ബസ്മതി റൈസും ഉണ്ട്, ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ചിക്കൻ ഗ്രില്ലും പെട്ടെന്നാക്കും. അതാണ് ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റിംഗ് ആണ്, ഫുൾ റെസ്റ്റിംഗ്. ഇനി നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്തൊന്നും ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഈ വീട് ഫുൾ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. കിച്ചൺ കണ്ട അകത്തേക്ക് കയറാൻ പോലും തോന്നത്തില്ല, പക്ഷെ ഒന്നും ചെയ്യില്ല വേസ്. അതൊക്കെ ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ലീവ് ഉണ്ടല്ലോ അപ്പം ചെയ്യും നമ്മൾ. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, ഫുൾ അലങ്കോലമായിട്ട്. ഈ കിച്ചണിൽ ഇനി ഒരു ലാസ്റ്റ് പാത്രം പോലും ഇല്ല എടുക്കാനായിട്ട്. ഇനി എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ പാത്രം കഴുകിയിട്ട് വേണം എടുക്കാൻ. അതുപോലെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ബേസിക്കലി നൈറ്റ് ഷിഫ്റ്റ് ഉള്ളപ്പോഴും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഷിഫ്റ്റ് ഉള്ളപ്പോഴൊക്കെ നമുക്ക് എന്തായാലും ഡെയിലി വീട് ക്ലീൻ ചെയ്യുന്നതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കൂടാതെ ഞാൻ അപ്പോൾ ഡിഷ് വാഷറിനകത്തേക്ക് കയറ്റും, അങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതൊരു നൈറ്റ് ഡ്യൂട്ടി വ്ളോഗാണ്, അല്ലാതെ ഒരു ഹൗസ് ക്ലീനിങ് വ്ളോഗ് അല്ല. ഞാനപ്പോൾ ബസ്മതി റൈസ് ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പെട്ടെന്നാകുമല്ലോ, ചെറിയ രീതിയിലൊരു ഫ്രൈഡ് റൈസ്. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ കിച്ചണൊന്ന് തട്ടിക്കൂട്ടി ക്ലീൻ ചെയ്തു. ഇന്നലെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ജസ്റ്റ് ഒരു ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം, എന്നിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ പെട്ടെന്നാകും. എനിക്കുണ്ടല്ലോ പല ടാസ്കുകൾ അറ്റ് എ ടൈം ചെയ്യാനായിട്ടൊരു ഭയങ്കര ടാലൻ്റാണ്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചിക്കൻ ഫ്രൈ ആവുന്ന ടൈം കൊണ്ട് റൈസ് ക്ലീൻ ചെയ്യും, അതുപോലെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെല്ലാം വെക്കും. ഞാൻ അങ്ങനെ ഡെയിലി കുക്ക് ചെയ്യുന്ന ഒരാളല്ല. കുക്ക് ചെയ്യുമ്പോൾ 2 ദിവസത്തേക്കായിട്ട് കുക്ക് ചെയ്യും, ഒരു ദിവസം അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഇതിനിടയിൽ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളൂടെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ താഴെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയിട്ട് വരുവാണ് ചെയ്തത്. ആ കൂടെയാണ് എനിക്ക് കൊറിയർ കറക്റ്റ് സമയത്ത് വന്നത്. ഇന്ന് നൈറ്റിന് കൊണ്ടുപോകാനായിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ജസ്റ്റ് ചുമ്മാ ഒരു കോക്ക്, അതുപോലെ തന്നെ അവിടെ വൈകുന്നേരം നമുക്ക് പൗസയുടെ സമയത്ത് എന്തെങ്കിലും കഴിക്കാനായിട്ട്, പിന്നെ റൈസ് ഉണ്ടാക്കാനായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളൂടെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. വെക്കേഷൻ വരാൻ പോകണം. അപ്പം ഞാൻ കുറച്ച് ജ്വല്ലറീസ്, കുറച്ച് ഔട്ട്ഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പം അതിന് എൻ്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തു. അപ്പം അത് വന്നതാണ്. കുറച്ച് ഇയറിങ്സ്, ഒരു ലെൻസ്, ഒരു തരം ബാങ്കിൾ. അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഇങ്ങനത്തെ ഗോൾഡൻ ബാങ്കിൾസ്, അതുപോലെ ഗോൾഡൻ ജ്വല്ലറീസ് ഓൾറെഡി ട്രെൻഡിങ് ആണ്. പക്ഷെ നമ്മുടെ പണ്ടത്തെ മോഡൽ ഗോൾഡൻ ബാങ്കിൾസ് ഒക്കെ വീണ്ടും ട്രെൻഡിങ് ആണ്. പിന്നെ ഇതുപോലത്തെ ബ്രേസ്ലെറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ ഒരു ചോപ്സ്റ്റിക് കേളർ വാങ്ങിച്ചു. എനിക്ക് എൻ്റെ മുടി ഭയങ്കര എന്താ പറയുക, നൂഡിൽസ് പോലെ കേൾ ചെയ്ത് എങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണാൻ ആഗ്രഹം. അപ്പോൾ ഞാൻ അതൊന്ന് വാങ്ങിച്ചു. ഞാൻ ലോങ് കേൾസ്, അതുപോലെ ബൗൺസി ആയിട്ടുള്ള കേൾസ് അതൊക്കെ ഇതുവരെ ചെയ്തിട്ടുള്ളത്, പക്ഷേ ഭയങ്കര സ്പ്രിങ് പോലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നെ എനിക്ക് അങ്ങനെ ഒന്ന് കാണാനൊരാഗ്രഹം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചാണ്. പിന്നെ ഞാൻ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ചധികം ഞാൻ ഷോപ്പ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇപ്പം മടിയാണ് അല്ലെങ്കിൽ ടയേർഡ് ആയതുകൊണ്ട് ചില കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കില്ല. ഇപ്പോൾ കിടന്നു കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക. അത് ഞാൻ ലാസ്റ്റ് ഇപ്പം ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ആയാലും ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും. കാരണം എനിക്ക് തിരിച്ച് രാവിലെ വന്നു കഴിയുമ്പം അങ്ങനെ മുഷിഞ്ഞ് കിടക്കുന്ന ബെഡിലേക്ക് എനിക്ക് കിടക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ സോഫയിൽ പോയി കിടക്കും. അപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് റൂം സ്പ്രേ ഒക്കെ അടിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വരുമ്പം ഞാൻ യൂഷ്വലി, അതായത് എന്നും തന്നെ കഴിക്കുന്നത് ടോസ്റ്റഡ് ബ്രെഡ്, അതുപോലെ അതിൻ്റെ കൂടെ എഗ്ഗ്, ബോയിൽഡ് എഗ്ഗ്, ചീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് ഞാൻ അന്നേരം കയറി കിടക്കും. ഒരു 6 to 7 hours നല്ലോണം കിടന്നുറങ്ങിയിട്ട്. എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം എന്ന് എനിക്കറിയില്ല. ഉറങ്ങി എഴുന്നേറ്റ് ചെയ്യുമ്പോണ്ടല്ലോ എനിക്ക് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല, അതുപോലെ വിശപ്പാണ്. അപ്പോൾ യൂഷ്വലി ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. നാളെ എനിക്കിനി വരുമ്പോൾ സുഖമാണ്, കാരണം ഓൾറെഡി എല്ലാം കുക്ക്ഡാണ്, എല്ലാ കാര്യങ്ങളും പ്രിപ്പയർഡ്. കുളി കഴിഞ്ഞു,
മൂന്നാമത്തെ നൈറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ അവസ്ഥ ഇതാണ്. ഇത് വർക്ക് ലോഡ് കൊണ്ടല്ല. കാര്യം നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഷിഫ്റ്റ് അനുസരിച്ച് പോയിട്ട് കുറച്ച് നേരം ഉറങ്ങാൻ അങ്ങനെ പറ്റില്ല. നമ്മൾ 10 അവേഴ്സും നമ്മളെപ്പോഴും അതായത് വേക്ക് ആയിരിക്കണം. നമുക്കിവിടെ ഉറങ്ങാനായിട്ടുള്ള ഒരു റൂൾ ഇവിടെ ഇല്ല. അതാണ് സംഭവം. അപ്പം 7 മണിയായിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 7:30 7:35 ഒക്കെ ആകുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങാറ് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് റെഡി. നൈറ്റ് ആണെങ്കിലും ഐ വിൽ ഡു മൈ സ്കിൻ കെയർ, ഐ വിൽ ഡു മേക്കപ്പ്, എവറിത്തിങ് ഞാനെല്ലാം ചെയ്യും. ഇപ്പോൾ സമയം ഓവർ ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഡേ ലൈറ്റ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് 7 മണിയായിട്ടുണ്ട്. ഐ ലുക്ക് സോ എക്സോസ്റ്റഡ്. എനിക്കറിയാം, ഞാൻ ഉറങ്ങിയിട്ട് ശരിക്കും എനിക്ക് ഇപ്പോഴും ഒന്നുകൂടെ വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റും. പക്ഷെ ഞാനിങ്ങനെ ഫോണും ടി വിയും ഒക്കെ നോക്കി ഇരുന്നു പോയി. അതാണ് സംഭവം. കുഴപ്പമില്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് എൻ്റെ ഡ്യൂട്ടിയെ പറ്റി പറയാം. മേ ബി എനിക്ക് തോന്നുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു നൈറ്റ് ഡ്യൂട്ടി വ്ളോഗ് അങ്ങാണ്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്കൊരു നൈറ്റ് ഡ്യൂട്ടിയാണ്, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 o'clock തൊട്ട് മോർണിംഗ് 6:30 വരെയാണ്. ആക്ച്വലി 6 o'clock വരെയാണ് ഡ്യൂട്ടി. ഹാഫ് അവർ നമ്മൾ ഹാൻഡ് ഓവർ ആണുള്ളത്. ഇപ്പോൾ ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്യുന്നത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ്, ICU. അപ്പോൾ നമുക്കവിടെ ചെല്ലുമ്പോൾ ഒരു 8 o'clock നമുക്കൊരു ഗമൈൻസാം യൂബർഗാവി ഉണ്ട്. അതായത് ഒരു ഓവറോൾ യൂബർഗാവി, എത്ര പേഷ്യൻസ് ആണ് നമുക്കുള്ളത്, എത്ര പേഷ്യൻസ്, എത്ര ടോട്ടൽ ബെഡ് സ്ട്രെങ്ത് നമുക്ക് എത്രയാണ് ഇന്നത്തെ ദിവസം, എത്രയാണ് നമ്മൾ അപ്മെൽഡൻ ചെയ്തിരിക്കുന്നത്, എത്ര സുഖം നമുക്ക് നാളെ വരും, അങ്ങനെയുള്ള ഇൻഫർമേഷൻസും പിന്നെ ഓവറോൾ പേഷ്യൻസിനെ പറ്റി ഒരു ഡീറ്റെയിൽസ് പറയും. അതിനുശേഷം നമ്മൾ ചൂസ് ചെയ്യും നമ്മൾ ഏത് പേഷ്യൻറ്റിനെയാണ് എടുക്കുന്നതെന്ന്. അപ്പം നമുക്കൊരു ആവറേജ് 12 ബെഡ് സ്ട്രെങ്ത് ആണ് ഉള്ളത്. അപ്പോൾ മെയിനായിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ടിപ്പിക്കൽ ICU മാത്രമല്ല, ഒരു വീനിങ് ബാത്റൂം സെൻ്ററാണ്. അതായത് പേഷ്യൻസിന് ലോങ് ടേം വെന്റിലേറ്ററി സപ്പോർട്ട് വേണ്ട പേഷ്യൻസൊക്കെയാണ് നമ്മൾ വെന്റിലേറ്ററി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വീനിങ് സെൻ്ററും കൂടിയാണ്. കൂടുതലും ഇൻറ്റുബേറ്റ് ചെയ്തിരിക്കുന്നതും ട്രക്കിയോസ്റ്റോമയുള്ള പേഷ്യൻസ് ആണ് നമുക്ക് കൂടുതൽ ഉള്ളത്. അപ്പോൾ ഒരു സ്റ്റാഫിനെ നമ്മൾ ഡിപ്പെൻസ് അപ്പോൺ ആണ് കേട്ടോ. ചില സമയത്ത് എത്ര സ്റ്റാഫ് ഉണ്ടാകും ഡ്യൂട്ടിക്ക് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഓൾമോസ്റ്റ് ഒരു 6-7 ഇറ്റ് ഡിപ്പെൻസ്. ഡ്യൂട്ടി പ്ലാൻ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ അതിനിടയ്ക്ക് ക്രാങ്ക് കാണും. ഓരോ സ്റ്റാഫിന് 2-3 പേഷ്യൻസ് ഒക്കെ ആയിരിക്കും. ചില സമയത്ത് നമുക്ക് ആൾക്കാർ സിക്കൊക്കെ വരുന്ന ടൈം ആണെങ്കിൽ നമ്മളതനുസരിച്ച് മാനേജ് ചെയ്യേണ്ടത് വരും. 2 to 3 പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ് കേട്ടോ വർക്ക്. കാരണം ഒരു 3 വീനിങ് പക്സിയൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇനഫ് ടു ഡു. അതായത് നമുക്ക് ആ ഒരു 10 hourലും ആവശ്യത്തിന് ഇനഫ്. അതായത് ഫിസിക്കൽ വർക്കല്ല, അല്ലാതെ നമുക്ക് മെഡിസിൻ, അങ്ങനെ ഡോക്യുമെന്റേഷൻ, അങ്ങനെ ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട്. ഞാൻ നൈറ്റ് പോവുകയാണെങ്കിലും എൻ്റെ നല്ല ഹൈപ്പർ സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ സ്കിൻ കെയർ വിടുകയില്ല. കാരണം എനിക്ക് ഈ വിറ്റമിൻ സി അതുപോലെ സൺസ്ക്രീനൊക്കെ സ്കിപ്പായിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിൽ റാഷസ് വരാൻ തുടങ്ങും. അപ്പോൾ എനിക്കത് ഡേ നൈറ്റ് ഒന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഈ കാണുന്ന ഒരു റെഡ്നസ് ഇല്ലേ, അതൊരു പിമ്പിൾസ് ഒന്നും കേട്ടോ. എനിക്ക് ഡേറ്റ് എടുക്കാറാവുമ്പോൾ പിന്നെ അതുപോലെ ഞാൻ ഷുഗർ കട്ട് ചെയ്താലും ചീറ്റ് ഡേയ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റക്സിയോണിൽ എല്ലാവരും കൂടെ ഒരു കേക്ക് മുറിച്ചപ്പം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തതിൻ്റെയാണ്. ഇതുണ്ട് ഇവിടെ ചെറിയ ഉള്ളൊക്കെ ആയിട്ട്. എനിക്കിനി ഇപ്പം 3 days നൈറ്റ് കഴിഞ്ഞാൽ 3 days ഓഫാണ്. അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഓൾറെഡി നമുക്ക് ഇവിടെ ജർമ്മനിയിൽ നിങ്ങളുടെ ഡ്യൂട്ടി അവേഴ്സസ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. ആസ് പെർ ലോ, അതായത് റൂൾ അനുസരിച്ച് ഒരു ഫുൾ സൈറ്റ് ഫ്ലേക്ക് ക്രാഫ്റ്റ്, അതായത് 100% ഡ്യൂട്ടി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ വീക്ക്ലി 39 hours ആണ് ചെയ്യുക. അതായത് അവേഴ്സ് വെച്ചാണ് നമ്മൾ 39 hours ആണ് വീക്ക്ലി ചെയ്യുക. പിന്നെ അതല്ല, നിങ്ങൾക്ക് കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള റീസൺസ് ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ചിലരിവിടെ നൈറ്റ് മാത്രം, ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർ ചിലർ നൈറ്റ് മാത്രം ചെയ്യുന്നവരുണ്ട്, ചിലർ മോർണിംഗും ഈവനിങ് മാത്രം ചെയ്യുന്നവരുണ്ട്. ഡ്യൂട്ടിയൊക്കെ ഇവിടെ ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഞാൻ ഫുൾ സൈറ്റ് ഫ്ലേക്ക് ക്രാഫ്റ്റ് ആണ്, 100% ചെയ്യുന്നുണ്ട്. 3 ഷിഫ്റ്റും ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ഇരുന്ന് റെഡിയായാലാണ് ഒരു തൃപ്തി കിട്ടുന്നത്. എൻ്റെ മേക്കപ്പ് ടേബിൾ ഫുൾ എന്താ പറയുക, മെസ്സി ആയിട്ട് കിടക്കുകയാണ്. ഞാൻ ഒരു മെസ്സി ഗേളാണ് സത്യം പറയാലോ. ഫുൾ മെസ്സി ആയിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക്, കാരണം നമ്മളിത് ക്ലീൻ ചെയ്തിപ്പോൾ എനിക്ക് കുറച്ച് ഞാൻ അധികം പ്രൊഡക്ട്സുകൾ വാങ്ങിച്ചു. ആ പ്രൊഡക്ട്സ് എല്ലാം ഞാനിങ്ങനെ, എനിക്കിനി അതൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കവർ ഒന്നും കളയാതെ ഞാനിങ്ങനെ ഇവിടെ വെച്ചേക്കുക.
അതാണ് കുറേ കൂടെ മെസ്സി ആയിട്ട് കിടക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ, മോർണിംഗ് സ്കിൻ കെയർ എല്ലാം ഞാൻ ഇങ്ങനെ സെക്ഷൻ തിരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്ത ദിവസം ഓഫ് കിട്ടുന്ന ദിവസം എനിക്കിവിടെ ഒന്ന് അറേഞ്ച് ചെയ്യണം. എനിക്കൊരു ചെറിയൊരു വാനിറ്റി ടേബിളുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ടേബിളിൽ വെക്കുന്നതിലും കൂടുതൽ സാധനങ്ങളായിട്ടുണ്ട്. ചിലപ്പോൾ ഇനി എനിക്കൊരു വലുത് ഇനി വാങ്ങേണ്ടത് വരും. പക്ഷെ ഇവിടെ ഈ റൂമിൽ വെക്കാൻ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടേബിളിനനുസരിച്ചുള്ള സ്പേഷ്യസ് ആണ് ഈ റൂം. ഇനി ഞാൻ വലിയ ടേബിൾ വാങ്ങിച്ചാൽ എനിക്ക് ബെഡ് അടക്കം മാറ്റേണ്ടി വരും. അതാണ് പ്രശ്നം. ഞാനൊരു ലൈറ്റ് സിറം പ്ലസ് ഫൗണ്ടേഷനാണ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ യൂസ് ആക്കാറുള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഹെവി ഫൗണ്ടേഷൻ ഞാൻ ഇടാറില്ല. ഒരു ഓയിലിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ സ്കിൻ ഇപ്പം കോമ്പിനേഷൻ സ്കിൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. തോന്നുന്ന പോലെയാണ്. ചിലപ്പോൾ ഡ്രൈ ആകും, ചിലപ്പോൾ ഓയിലി ആകും. കുറച്ചുകൂടി നോസിൻ്റെ ഏരിയയിൽ, ബ്രിഡ്ജിൻ്റെ ഏരിയയിൽ ഭയങ്കര ഓയിലി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ചില സമയത്ത് ഇങ്ങനെ ഇവിടെ ചുണ്ടിൻ്റെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ സ്കിന്ന് ഡ്രൈ ആയിട്ട് പൊളിഞ്ഞു വരും. അതുകൊണ്ടൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്ന ഒരു ഓയിൽ ബേസ്ഡ് ആണ്. അപ്പോൾ നല്ല എനിക്ക് എപ്പോഴും എൻ്റെ സ്കിൻ ഇങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കണം, കുറച്ച് ഓയിലി ആയിട്ട് ഗ്ലോ ആയിട്ടിരിക്കണം. ഇത് വന്നിട്ട് എൽഫിൻ്റെ ഒരു ഡെയിലി വിയറബിൾ ഒരു ഗ്ലോ ബൂസ്റ്റർ ലിക്വിഡ് ഫൗണ്ടേഷനാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇതുപോലെ ലൈറ്റ് ഫൗണ്ടേഷൻസ് ആണ് യൂസ് ചെയ്യാറ്. ലോറിയലിൻ്റെ ഒരു ഹൈലറോണിക് സെറം പ്ലസ് ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു 2 പ്രാവശ്യം ഞാൻ ബോട്ടിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടുത്തത് ട്രൈ ചെയ്ത് മെബിലിൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ നിലവിലാണ് എൽഫിലാണ് നിൽക്കുന്നത്. എൽഫിൻ്റെ ഫസ്റ്റ് ഫൗണ്ടേഷനാണ് കേട്ടോ, ഫസ്റ്റ് ബോട്ടിലാണ്. അത് ഓൾമോസ്റ്റ് തീരാറായി. കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് കാണുമ്പോൾ അവർക്ക് ഇപ്പം ചോദിക്കുന്നത് നൈറ്റിന് പോകുമ്പോൾ മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. ആക്ച്വലി അങ്ങനെ ഡ്യൂട്ടിക്ക് അനുസരിച്ചല്ല നമ്മൾ എന്താ പറയുക ഗെറ്റ് റെഡി ആവുന്നത്. ഞാൻ എവിടെ പോയാലും എനിക്ക് അത്യാവശ്യം വെൽ ഡ്രസ്ഡ് ആയിട്ട് ഗുഡ് ലുക്കിൽ പോകണം എന്നാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എപ്പോഴും എൻ്റെ ഡ്യൂട്ടി നോക്കിയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. ഈവൻ കൊറോണ സമയത്ത് എന്താ പറയുക, ഇവിടെ മാസ്ക് ഒക്കെ ഭയങ്കര ഫ്ലിസ്റ്റിക് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ശരിയാ, മാസ്ക് നമുക്ക് ഊരുന്ന നമ്മൾ ആകെ വെള്ളം കുടിക്കുന്ന ടൈമിലോ ഫുഡ് കഴിക്കുന്ന ടൈമിലോ ഉള്ളൂ. എന്നാൽ പോലും ഞാൻ കംപ്ലീറ്റ്ലി ഫുൾ ഗെറ്റ് റെഡി ആയിട്ടാണ് ഞാൻ പോവാറ്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടോ എൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് വെൽ പ്രസന്റഡ് ആയിട്ട് എപ്പോഴും പോകണം, അല്ലാതെ ചുമ്മാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുന്നത് പോലെ. പക്ഷെ എനിക്ക് പേഴ്സണലി എന്നെ അങ്ങനെ പ്രസന്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാനായിട്ട് ചില സമയത്ത് ഒന്നാമത്തെ കാര്യം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ മെസ്സേജ് ഹാൻഡിൽ ചെയ്യാൻ വളരെ പുറകോട്ടാണ്. ഞാൻ ഭയങ്കര പുറകോട്ടാണ്. എപ്പോഴും വിചാരിക്കും മെസ്സേജസിനൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഭയങ്കര പുറകോട്ടാണ് ഞാനതിൽ. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളും അനർക്കനിങ്ങിന്റെ കാര്യങ്ങളെയൊക്കെ പറ്റി. അതിലെനിക്ക് ഒരു കാര്യം ഞാൻ ബേസിക് ആയിട്ട് എല്ലാവരോടും പറയാം. ജർമ്മൻ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ എന്നോട് എല്ലാവരും, അതായത് നാട്ടിലെ നാസിങ് കഴിഞ്ഞവർ എന്നോട് ചോദിക്കുന്നത് എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ഇവിടെ വലിയ മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. എക്സ്പീരിയൻസിലും ഇമ്പോർട്ടൻ്റ് ലാംഗ്വേജ് ആണ്. കാരണം നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ജോലി അറിയാം, പക്ഷെ അവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ യു ആർ സീറോ. യു ആർ സീറോ. അതാണ് അവസ്ഥ. B2 നമ്മൾ കഴിഞ്ഞ് വരികയാണെങ്കിൽ അതൊരു നല്ല B2 സ്കില്ലോടെ വരാനായിട്ട് ട്രൈ ചെയ്യുക. അല്ലാതെ വെറുതെ എക്സാം പർപ്പസിന് വേണ്ടി മാത്രം പഠിക്കാതെ അത്യാവശ്യം നിങ്ങൾക്ക് ബേസിക് ജർമ്മൻ ഗ്രാമേഴ്സ് ഹാൻഡിൽ ചെയ്ത് സംസാരിക്കാനായിട്ട് അങ്ങനെ ആയി വരിക. എപ്പോഴും എക്സാം പാസ്സായി എന്നും പറഞ്ഞ് നമ്മൾ ആ ഒരു ലാംഗ്വേജിനോട് ഗുഡ് ബൈ പറയാതെ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ല് നിങ്ങൾക്ക് പോകും പതിയെ. നമ്മൾ ഡെയിലി 7 hours അല്ലെങ്കിൽ 10 hours ഇവരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ നിങ്ങളുടെ ലാംഗ്വേജ് എപ്പോഴും ഇമ്പ്രൂവ് ആക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇവിടെ ലാംഗ്വേജ് ഇല്ലാതെ നിങ്ങളുടെ പ്രൊഫഷൻ ഒരു ഗ്രോത്തും ഉണ്ടാകാൻ പോകുന്നില്ല. ബിലീവ് മീ ഗൈസ്. പിന്നെ ഇവിടെ വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ആവില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ സ്കില്ല്. ഇവിടെ വന്ന് 15 years ആയിട്ടും 20 years ആയിട്ടും ലാംഗ്വേജും, അതായത് മലയാളം പറയുന്ന പോലെ ജർമ്മൻ പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പിറക്കി അതാണ് പറയുന്നത്. നമ്മളത് ഡിപ്പെൻഡ് അപ്പോൺ അസ്, നമ്മൾ എങ്ങനെ ഒരു ലാംഗ്വേജിനെ ഹാൻഡിൽ ചെയ്യുന്നു. ഗൈസ്, ഇപ്പം ഇവിടുത്തെ ഒരു വെതർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വാം അറ്റ്മോസ്ഫിയർ, 14-15 ഒക്കെ ടെമ്പറേച്ചർ ഡേ ടൈമിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴായാലും നല്ല ഒരു എന്താ പറയുക, ചൂടുമല്ല തണുപ്പല്ലാത്ത നോർമൽ ടെമ്പറേച്ചറാണ്. അപ്പം ഇപ്പം പോകുമ്പോൾ നമുക്ക് ജാക്കറ്റിൻ്റെ ആവശ്യമില്ല, പക്ഷേ രാവിലെ വരുമ്പം ജാക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഈ ഒരു പെട്ടെന്നുള്ള ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഉള്ളത്. ഞാനിപ്പം എനിക്കൊന്നൊരു 1 month ആയിട്ടും ഞാൻ ഭയങ്കരമായിട്ട് ഇറക്കേൾട്ടനാണ്. കാരണം എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ സ്നീസിങ്ങും എല്ലാം ഉണ്ട്. ഇതുവരെ അത് മാറിയിട്ടില്ല. ഇനി വല്ല അലർജി ആണോ എന്നുള്ളത് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം
തുമ്മൽ ഒരു രക്ഷയില്ല. അങ്ങനെ സംസാരിച്ച് നിന്ന് ദാ ഞാൻ റെഡിയായി കഴിഞ്ഞു. 7:30 ആകുമ്പോഴത്തേക്ക് അല്ല 7:35 ഒക്കെ ആകുമ്പോഴത്തേക്കും ഈവനിങ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. 8 മണിക്കാണ് യൂബർ ക്യാബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് യൂണിഫോം ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് സാവധാനം പോയാൽ മതി. ഞാനൊരു 5 മിനിറ്റ്, ചില സമയത്ത് ഞാൻ വെറും വളരെ പങ്ക്ച്വലായിട്ട് ഒരു 2 മിനിറ്റ്സ് ഒക്കെ മുന്നേ ആണ്. കാരണം നേരത്തെ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എൻ്റെ കൂടെയുള്ള ചില കൊളീഗ്സ് ഒക്കെ ഉണ്ട്, ഒരു പണിയില്ലാതെ അരമണിക്കൂറൊക്കെ മുന്നേ വന്നിരുന്ന് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ബേസിക്കലി ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റോറി കാര്യങ്ങളൊക്കെ പറയാം, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത നോൺസെൻസ് ടോക്കിങ്ങിനോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. എനിക്ക് ഫസ്റ്റ് ജർമ്മനിയിൽ വന്ന സമയത്ത് ആ ഒരു ഇനീഷ്യൽ ഫേസിലൊക്കെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ജർമ്മൻസിലുണ്ടല്ലോ ഒരു ഫൺ എലമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ഇവർ പറയുന്ന തമാശകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിനൊക്കെ ഇത്ര ചിരിക്കാനുണ്ടോയെന്ന്. ഓക്കെ, എനിവേ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ ഓൾ സെറ്റായി ഡ്യൂട്ടിക്ക് കയറാനായിട്ട് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ ഫോൺ അധികം ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് കാണാം. അപ്പോൾ നൈറ്റ്സ് നമുക്ക് 45 മിനിറ്റ്സ് ആണ് പൗസേ ഉള്ളത്. 10 അവർ ഷിഫ്റ്റ് ആയതുകൊണ്ട് അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. നമ്മുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ റൗഹൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും സ്പ്ലിറ്റ് ചെയ്തൊക്കെയാണ് എടുക്കാറ്. ഇപ്പോൾ വർക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇവിടെ നമുക്ക് നൈറ്റിന് പ്രത്യേകിച്ച് വരുന്നത് നമ്മൾ ഹാൻഡ് ഓവർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തെറാപ്പി കൊടുക്കും, മെഡിസിൻസ് കൊടുക്കും. അത് കഴിഞ്ഞ് രാവിലത്തേക്കുള്ള മെഡിസിൻ അറേഞ്ച് ചെയ്യും. പിന്നെ ഇതിനിടയ്ക്ക് രണ്ട് റൗണ്ട്സ് ആണുള്ളത്. പിന്നെ നമ്മൾ അതല്ലാതെ മെഷീൻസ് എല്ലാം ചെക്ക് ചെയ്യും. അതുപോലെ പേഷ്യൻസ് പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റൂമുകളൊക്കെ ക്ലിയർ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ നൈറ്റിൽ വരുന്നത്. പിന്നെ നമുക്ക് ചില സമയങ്ങളിൽ എമർജൻസി ആയിട്ടുള്ള അഡ്മിഷൻസ് ഒക്കെ വരും. അങ്ങനെയൊക്കെയാണ്. മോർണിംഗ് ഡ്യൂട്ടി വരുന്നതിന് മുമ്പ് നമ്മൾ പേഷ്യൻസിൻ്റെ ബ്ലഡ് എടുക്കാനുണ്ടെങ്കിൽ ബ്ലഡ് എടുക്കുക, പിന്നെ അതുപോലെ ബ്ലഡ് ഗ്യാസ് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാനപ്പം ഇന്നുണ്ടാക്കിയ ഫ്രൈഡ് റൈസ് അല്ലേ, അത് തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. റൈസ് മാത്രം, ചിക്കൻ ഇല്ലാതെ. ആക്ച്വലി ഇൻറ്റൻസീവ് വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് എന്താ പറയുക, ഫിസിക്കലി ഉള്ള സ്ട്രെസ് ഇല്ല. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഫങ്ഷണബിൾ ആയിരിക്കണം. ആ ഒരു കാര്യമാണ് നമ്മളെപ്പോഴും മെഡിസിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, വീണ്ടും കൺട്രോൾ ചെയ്യുക, ഡോക്യുമെൻറ്റേഷൻ, അതുപോലെ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യുക, ബ്രോഞ്ചോസ്കോപ്പി, എൻഡോസ്കോപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഡോക്ടേഴ്സ് വന്ന് അല്ലെങ്കിൽ എക്സ്റേ സ്പെഷ്യലിസ്റ്റ് വന്ന് നമ്മുടെ യൂണിറ്റിനകത്ത് വെച്ചാണ് ഇതൊക്കെ നടത്തുന്നത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഈ പറയുന്ന ഫിസിക്കൽ സ്ട്രെസ് വളരെ കുറവാണ് ഞാൻ നോക്കിയിട്ട്. ഇന്ന് ലാസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് നല്ല ടയർഡായി. സമയം 4 മണിയാവുന്നു. നല്ല ഉറക്കം വരുന്നു. അപ്പോൾ ഒരു സ്ട്രോങ് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ കിച്ചണാണ് ആക്ച്വലി. പക്ഷേ എല്ലാ ഷിഫ്റ്റിനും ഉള്ള ഗമൈൻസം യുബകാബെ, അതായത് ഓരോ ടീമിലും അതായത് ഷിഫ്റ്റിലും ഓരോ ടീം ലൈറ്റും കാണും. അവർ വന്നിട്ട് അടുത്ത ഷിഫ്റ്റിന് റിപ്പോർട്ട് കൊടുക്കുന്ന ഏരിയയാണ് ഇവിടെ. അതായത് എത്ര പേഷ്യൻ്റ് ഉണ്ട്, നമുക്ക് എത്ര പേഷ്യൻസ് സ്ട്രെങ്ത് ഇന്നുണ്ട്, എത്ര നമ്മൾ സ്റ്റക്സിയോൺ അപ്മെൽഡ് ചെയ്തിരിക്കുകയാണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഓവറോൾ പറയുന്ന ഒരു ഏരിയയാണിത്. അതിനുശേഷം എല്ലാവരും സ്പ്ലിറ്റ് ചെയ്യും ഓരോ പേഷ്യൻസിനെ, എത്ര പേഷ്യൻസിനെ ഏതൊക്കെ റൂം നമ്പറാണ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതാണ് ഒരു നൈറ്റ് ഡ്യൂട്ടി വ്ളോഗ്. ഷാർപ്പ് 6:30 ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പം പോയിട്ട് 2-3 പെയർ യൂണിഫോമും കൂടെ എടുക്കാമെന്ന്. കാരണം ഇനിയിപ്പം ഞാൻ മൺഡേ അല്ലേ വരുന്നത്. അപ്പം ചെല്ലണം. മേ ബി എൻ്റെ യൂണിഫോം കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലോങ് 10 അവർ നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റ്. ഇതുപോലുള്ള പല ഷിഫ്റ്റുകളുടെയും വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാം, വിത്ത് കുറേ കൂടെ ഇൻഫർമേഷനും പിന്നെ ഇവിടുത്തെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.